ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ മീനരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനൻ രാശിക്കാർക്ക് ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ ജന്മത്തിൽ രാഹു, 3-ൽ വ്യാഴം, 5-ൽ ചൊവ്വ, 7-ൽ കേതു, 9-ൽ ബുധൻ, 10-ൽ സൂര്യൻ, 12-ൽ ചന്ദ്രൻ. അതായത് ഈ ചരവസാൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന സമയത്തുള്ള പറയുന്നത് ചന്ദ്രൻ മാറി മാറി വരാം. അപ്പോൾ ചന്ദ്രനെ കണക്കാക്കേണ്ട. ജന്മത്തിൽ നിൽക്കുന്നത് ശനിയും ശുക്രനും ആണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് സൂര്യ ചാരവസാൽ കുറച്ചൊരു ഗുണം തരുന്ന ഒരു മാസമായിരിക്കും ജനുവരി മാസം എന്ന് തന്നെ പറയാം. അവർക്ക് 2 മാസമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. തൊഴിൽ സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടും സന്താനങ്ങൾ സംബന്ധമായിട്ടും ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വിയോജിപ്പുകളുണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പ്രയാസമേറിയ ഒരു സമയമായിരുന്നു. അതെല്ലാം മാറി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൂടാതെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് മന്ദതയെല്ലാം അനുഭവിച്ചു വരുന്ന സമയമുണ്ടായിരുന്നു. അതെല്ലാം മാറി കുറച്ചൊരു ഉയർന്നു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. മനപ്രയാസം കുറച്ചെല്ലാം മാറി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗം പുരോഗമിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് മന്ദത മാറി അത് പുരോഗമിക്കേണ്ട ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറേയേറെ എല്ലാം സാധിച്ചെടുക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭവന നിർമ്മാണത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഭൂമി സംബന്ധമായിട്ടുള്ള പെട്ടിരിക്കുന്നവർക്കും മോചനം നേടുവാനും കാര്യസഫലങ്ങൾ സാധിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീരാമ അവതാരത്തിൽപ്പെട്ടിരിക്കുന്ന ശ്രീകൃഷ്ണനായിക്കോട്ടെ, ശ്രീരാമനായിക്കോട്ടെ, മഹാവിഷ്ണു ക്ഷേത്രമായിക്കോട്ടെ, അവരുടെ സാന്നിധ്യം അവരുടെ അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴുതി ഒന്ന് പ്രാർത്ഥിച്ചു വന്ന് യഥാശക്തി വഴിപാട് നടത്തിയെന്ന് പറഞ്ഞാൽ കുറേയേറെ സമാധാനങ്ങൾ കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. 7 ശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഒരിക്കലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ പോയി ശാസ്താവിനെ പോയി കണ്ട് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിനെ കണ്ട് ഒരു നീരാഞ്ജനം വഴിപാട് നടത്തിയിട്ട് വരുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. അതെല്ലാം കുറച്ച് മാറി വന്ന് കുറച്ച് സമാധാനം കിട്ടുന്നൊരു സമയമായിട്ടാണ് ജനുവരി മാസത്തെ കാണേണ്ടത്. നല്ല അനുഭവത്തിൽ വരുന്നത് ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും 2 വീലർ തൊട്ട് വൻകിട വാഹനങ്ങൾ പെട്ടിരിക്കുന്ന ടെക്നോളജിക്കൽ സംബന്ധമായിട്ടും ഗവേഷണ സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടുമുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും എല്ലാം കുറച്ച് ആശ്വാസകരമായിരിക്കും. മറ്റു ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പെട്ടിരിക്കുന്ന മേലധികാരികളുടെ വാക്കുവാദത്തിനും അവരുടെ സഹാരങ്ങൾക്കും ചില പാത്രമായി തീരുന്നവർക്കെല്ലാം കുറച്ച് ആശ്വാസ വാക്ക് കിട്ടുകയും കുറേ വിഷമം പിടിച്ച കേസുകളെല്ലാം തെളിയാതെ കിടക്കുന്നതും ഒന്നിനും പറ്റാതിരിക്കുന്നവർക്കെല്ലാം അത് സമാധാനം കിട്ടുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയത്തെ ജനുവരി മാസത്തെ കാണേണ്ടത് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറേയേറെ നല്ലൊരു ആശ്വാസം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തനത്തിൽ ആ മേഖല PSC പരീക്ഷ എഴുതി പാസ്സായി ഇരിക്കുന്നവർക്ക് ഞാൻ ഇപ്പോഴും പറയാം, കുറച്ച് സമയമേ. അത് കാരണം ഹാർഡ് വർക്ക് ചെയ്തിട്ടും നല്ല ബുദ്ധി പ്രയോഗിച്ചിട്ടും അതിനെ നേടിയെടുക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എല്ലാ കേസ് വഴക്കുകളെല്ലാം നടന്നു നീങ്ങുന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് അവസാനിക്കുക. ഈ ജനുവരി മാസം അനുകൂല മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി മാസം, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോയി നമ്മൾ കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ സംഭവങ്ങൾ മാറി വരും. അതിനുള്ളിൽ കേസ് വഴക്കുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒതുക്കി തീർത്ത് മനസ്സമാധാനത്തോടെ കഴിയാമെന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമായിരിക്കും എന്നൊരു സംശയമില്ല. അതുപോലെ തന്നെ ഷിപ്പ്യാർഡ് മേഖലകളിലും ആകാശ സംബന്ധമായിട്ടുള്ള കടൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ആകാശ സംബന്ധമായിട്ടുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്ന യാത്രക്കാർക്കും അതുപോലെ സർവീസ് നടത്തുന്നവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. അതെല്ലാം കുറച്ചൊരു മാറി വന്ന് കുറച്ചൊരു സമാധാനപരമായിട്ടുള്ളതുണ്ട്.
ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാൻ താമസിച്ച് കഴിയുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യതകളും രേഖകൾ കിട്ടുവാൻ സാധ്യതയും അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളും ഭവന നിർമ്മാണ യോഗങ്ങളും ഭവനം നിർമ്മിക്കുവാനുള്ള യോഗങ്ങളും ഭൂമി ലാഭങ്ങളും ഈ റിയൽ എസ്റ്റേറ്റിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും കിട്ടുവാനുള്ള സാധ്യതകളും അതുപോലെ വൻകിട റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കേസ് കെട്ടുകൾ വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്പറേഷനുകളെല്ലാം ഫിക്സ് ചെയ്യാൻ ഇന്ന സമയത്ത് ചെയ്യുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള പറ്റിയ സമയമാണ്. അത് ചെയ്തു വരിക. രോഗാധിക്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് സമയം കിട്ടും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെ ഗുണാധിക്യങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൽ ഇവർക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾ മേഖലകളിലും കുറച്ചൊരു എടുപ്പ് വരുവാനുള്ള സാധ്യത കുറച്ചുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഒന്നും ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി മേഖലകളിൽ ലാബ് ടെസ്റ്റ് അങ്ങനെയുള്ള അതിൽ സംബന്ധപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം കുറച്ചൊരു സമാധാനം കിട്ടുവാനുള്ള സാധ്യതയും തൊഴിൽ മന്ദത നീങ്ങി തൊഴിൽ പുരോഗതി വരുവാനുള്ള സാധ്യതയും ബിസിനസ് രംഗത്ത് ഉണർവ് വരുവാനുള്ള സാധ്യതകളും ഉണ്ടാവും. ആ ബിസിനസ് രംഗത്ത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കൂടുതലും ബിസിനസ് രംഗത്ത് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഇറക്കുമതി കയറ്റുമതി അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലായിരിക്കും കൂടുതലും വിപണികൾ സാധ്യത കാണുന്നത്. ഇരുമ്പ് സംബന്ധമായിട്ടും സ്റ്റീൽ സംബന്ധമായിട്ടും അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ളതൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നത്. മെക്കാനിക്കൽ സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു മന്ദത ഉണ്ടെങ്കിലും കുറച്ചൊരു ഉണർവും വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും കുറച്ചൊരു മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ മീനൻ രാശിക്കാർക്ക് ഈ മാസം കുറച്ച് അനുകൂല മാസം തന്നെയാണ്. നമസ്കാരം.